തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അവിടെ എത്തുമ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് റാന്നിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ. ശബരിമല ഉൾപ്പെട്ട മണ്ഡലത്തിൽ ഇടതുപക്ഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇത്തവണയും അനുകൂലമാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. റാന്നി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെല്ലാം വിജയപ്രതീക്ഷയിലാണ്. LDFന്റെ റാന്നി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രമോദ് നാരായണനാണ് നമ്മോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം MLA ആയിരുന്നു, ഇപ്രാവശ്യം വിജയം ആവർത്തിക്കും. ഈ യാദൃശ്ചികമാണെങ്കിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ആദ്യത്തെ പേര്, ഒന്നാമത്തേത് പ്രമോദ് നാരായണനാണ്. ചിഹ്നവും രണ്ടിലെയും ആദ്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നാമതായി ജയിച്ചു മുന്നേറി മണ്ഡലത്തിൽ MLA ആയുള്ള പ്രവർത്തനം തുടരും. നല്ല ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഉറപ്പായും ജയിക്കും എന്ന വിശ്വാസമുണ്ട്. ഈ ശബരിമല ഉൾപ്പെടുന്ന മണ്ഡലമാണ് റാന്നി. UDFന്റെ പ്രധാന പ്രചരണ വിഷയം ശബരിമല വിഷയം തന്നെയാണ്. സ്വർണ്ണക്കൊള്ള, ഇടക്കൊള്ള, അതൊക്കെ ഈ പ്രചരണത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവും. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. ഒരു അയ്യപ്പ ഭക്തൻ എന്ന തരത്തിൽ എൻ്റെ ജന്മനാട് പന്തളത്തിനടുത്താണ്. അവിടെ ജനിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് എല്ലാ മലകളും ശബരിമലയാണ്, എല്ലാ പുഴയും പമ്പയാണ്, എല്ലാ മന്ത്രങ്ങളിലും ശരണമന്ത്രത്തിൻ്റെ ധ്വനികളുണ്ട്. ഞാൻ ഈ വഴികളിലൂടെ ആദ്യമായി കടന്നുപോയതെല്ലാം ശബരിമലയിലേക്കുള്ള എൻ്റെ യാത്രകളാണ്. റാന്നിയുടെ MLA ആയപ്പോൾ ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ പേറുന്നത് തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം പോകാൻ കഴിയുന്നു, മണ്ഡലകാലത്ത് നട തുറക്കുമ്പോൾ നിൽക്കാൻ കഴിയുന്നു, ഹരിവരാസനം പാടി നട അടയ്ക്കുമ്പോൾ അവിടെ നിൽക്കാൻ കഴിയുന്നു. ഒരു അയ്യപ്പ ഭക്തന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. ഒരു അയ്യപ്പ ഭക്തൻ എന്ന തരത്തിൽ ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നത് കൃത്യമായ നിലപാടാണ്. അയ്യപ്പന്റെ ഒരു തരി സ്വർണമാകട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ, അത് കവർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ വിലങ്ങ് വീഴും, അത് വീഴണം, അവർ തുറുങ്കിലടയ്ക്കപ്പെടണം എന്നതാണ് എൻ്റെ നിലപാട്. അതെല്ലാ വിശ്വാസികളുടെയും നിലപാടാണ്. ഈ സർക്കാർ അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ടാണ്. അയ്യപ്പനെ പ്രചരണ വിഷയമാക്കണമോ, അതൊരു തിരഞ്ഞെടുപ്പ് വിഷയമാക്കണമോ, അത് അയ്യഭക്തന്മാർ ഇതെല്ലാം കാണുന്നുണ്ട്. എന്തായാലും എന്നെ അയ്യപ്പൻ അറിയാം, നാട്ടിലെ വിശ്വാസികൾക്കറിയാം. പ്രധാനമായും LDF നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണോ ഇത്തരത്തിൽ പ്രധാനമായും ചർച്ച? അങ്ങയുടെ ചോദ്യത്തിൽ രണ്ട് ഉത്തരങ്ങൾ എനിക്കുണ്ട്. ആദ്യത്തേത് MLA എന്നിടത്തുള്ള ആളുകളുമായുള്ള വ്യക്തിബന്ധങ്ങളാണ്. 2021 ആദ്യമായി വരുമ്പോൾ അടുപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഏത് സ്ഥലത്തേക്കും പോവും, ഈ നിൽക്കുന്ന ഓരോ ആളിനെയും എനിക്ക് പേരെടുത്ത് വിളിക്കാൻ കഴിയും.